എന്തല്ലേ നിനക്കൊരു വിഷമം? എന്ത് പറയാളിയാ, ഈ പാപി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞ പോലെ ഒറ്റ പെണ്ണുങ്ങൾ അടുക്കുന്നില്ല. ഇവിടെ നിന്റെ നാളിന്റെ കുഴപ്പമുണ്ടോ? നിന്റെ ഒറ്റ പെണ്ണുങ്ങൾ നോക്കൂല. സത്യം, നീ എന്റെ പോലെ എന്റെ കഴിവ് നഷ്ടപ്പെടുമെന്നാണ് എന്റെ തോന്നി. അതായിരിക്കും ഇവിടെ. അത് നിന്റെ വണ്ടിയല്ലേ? ഇന്നലെ നന്നായിക്കൊണ്ട് വന്നല്ലേ? പെട്രോള് ചോർച്ച ഉണ്ടോ നോക്കണം. ശരിയാണളിയാ, നോക്ക്. പെട്രോള് എന്തിനാ ചോടാ? എന്റെ വണ്ടിയുടെ കീഴിലാടാ നീ ഒന്ന് പെടുക്കണത്. ഈ സ്ഥലം എന്നറിയാമോ? സ്ഥലം അല്ല, നീ ഇപ്പൊ അവിടെ മൂത്രം ഒഴിക്കും. പോടാ പോടാ. അണ്ണം പുറത്ത് വന്നു. ഞാൻ വേണ്ടെന്ന് വെച്ചാ, അല്ലെങ്കിലേ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. പേടിയെന്ന് പറയരുതില്ലേ? പേടി എന്തോന്നു? അങ്ങനെ പേടിക്കണോണ്ടല്ല ഞാൻ. എനിക്ക് പേടിയില്ലാത്ത പറഞ്ഞാലും പല പെമ്പിള്ളേര് എന്നെ കാണുമ്പോ ചാടി വീഴണ. ഞാനെവിടെയാ കണ്ടവന്റെ മൂത്രം എടുത്ത് മണപ്പിക്കേ? എന്നെ കളിയാക്കല്ലേ? ഞാൻ ഇപ്പൊ യൂബർ ആവാൻ പോണെങ്കിലേ അതിന്റെ ഗുണം നിനക്ക് മനസ്സിലായ? എന്തോന്നു? പല പെമ്പിള്ളേരെ നമ്പർ കിട്ടും. പല പെമ്പിള്ളേരെ. ഞാൻ നിന്റെ കൂടെ വരട്ടോ യൂബറോടെ? നീ യൂബറാൻ വരണ്ട. ഒന്നാ നീ എണ്ണം കെട്ടവനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇന്നലെ തന്നെ ഒരു പെണ്ണിനെ ഞാൻ പരിചയപ്പെട്ടു. അടി അവളൊന്ന് കാണണം. ദൂരെ നോക്കുമ്പോ നയൻതാരയാണ്. എന്നാ നയൻതാരയല്ല, നഗ്മയാണ്. നഗ്മയല്ല. ചിലപ്പോ തോന്നുന്നു തമന്നയാണ്. എന്നാ തമന്നയല്ല. അവളെ മൊത്തത്തിൽ അളിയെ ഒന്ന് കാണണോടിയാ. കോളപ്പുള്ളി ലീലേ എന്റെ കുഞ്ഞമ്മ അളിയ സത്യം. അവളെന്നെ വീണ് ഫോൺ വിളിച്ച് ഇന്ന് പേഴ്സണലായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പിന്നെ അവിടെ അടുക്കള കാണാനല്ലേ തന്നെയും കൂടെ കൊണ്ടുപോയെ. എന്നെ കൂടെ കൊണ്ടുപോകും നീ? കയറ, ഞാൻ പോയിട്ട് വന്നിട്ട് കഥ പറഞ്ഞുതരാം. നിനക്ക് എന്നെ ഒരു വിലയില്ല. കാശ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ പഴയ നിർത്തിയിട്ടില്ല. മനസ്സിലായി. അത് വിട്. ഇന്നലെ അവള് വിളിച്ചത് ആ കാര്യം പറ. ഇന്നലെ അവള് വിളിച്ചില്ലേ? അത് പറഞ്ഞേ. അത് ഞാൻ പറയാം. ഇന്നിപ്പോ പോയി കണ്ടിട്ട് വേണം നിനക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അളി എന്തായാലും എന്നെ കൊണ്ടുപോകില്ലല്ലോ. അല്ല, എന്തായാലും അളിയനെങ്കിലും ഉപകാരപ്പെടട്ടെ. ഞാൻ ഒരു സാധനം അളിയനെ തരാം. എന്താ ഇത് കണ്ടാ? എന്തോന്നു? വയാഗ്ര. അത് വെള്ളച്ചാട്ടമല്ലേടാ? അത് വെള്ളച്ചാട്ടം, പക്ഷെ ഇത് തുള്ളിച്ചാട്ടമാണ്. തുള്ളിച്ചാട്ടം ഇതെന്ന് പറഞ്ഞിടത്ത് കഴിച്ചാണ്ടല്ല. അല്ല, ബീച്ചിൽ കുതിര കിടന്ന് ഓടൂലേ, അതുപോലെ അളിയ 100 ഓടും. കഴിക്കണ്ടാ? രണ്ടെണ്ണം കഴിക്കല്ലേ? പറക്കാനാണോ പോണേ? പിന്നെ ഒരെണ്ണം കഴിച്ചാൽ മതി. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലല്ലോ. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ആളിയെ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണം. നടക്കും. അല്ലെങ്കിൽ 2 റൗണ്ട് ഓടെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ബ്ലഡ് കോട്ടായിട്ട് അളിയ അറ്റാക്ക് വന്ന് ചാവും. അതൊക്കെ നടക്കും. ശരീരം വേർക്കണം. അപ്പൊ പോയിട്ട് വാ. ഞാൻ വിളിക്കാം. ക്യാബ് ചേർന്നേ. എന്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ. ഒന്നും നടക്കൂല. ഇപ്പോ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനേതെണ്ടി 2 പുഷപ്പൊക്കെ ഒന്ന് എടുത്താണേ. ഒരു 10 പുഷപ്പ് കൂടെ എടുത്തോ. ഭാഗ്യം.